മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉടൻ നോട്ടീസ് നൽകിയേക്കും. കൂടുതൽ പേരെ ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. ഇഡി നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് അർജുൻ? നികേഷ് കുമാർ, ഈ ആഴ്ച തന്നെ വീണ വിജയന് നോട്ടീസ് നൽകും എന്ന സൂചനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നത്. മാത്രവുമല്ല, വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യാവലി അടക്കം തയ്യാറായി കഴിഞ്ഞു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നേരത്തെ ചെന്നൈയിൽ വെച്ച് ഇഡി ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതെന്തായാലും കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും, അതായത് ചെന്നൈയിലെ ഉദ്യോഗസ്ഥർ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൊച്ചി യൂണിറ്റിൽ വന്ന ഇഡി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവിക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ഏത് തരത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വരിക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണക്ക് കൂട്ടാൻ കഴിയുക എന്നൊരു ചോദ്യം വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മാത്രമല്ല, ശശിധരൻ കർത്തയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഒരുപക്ഷേ CMRലെ കൂടുതൽ ജീവനക്കാരെയും ഈ ആഴ്ച വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തപ്പോഴും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നൊരു സൂചനയാണ് പുറത്തുവരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നൊരു വാദമാണ് ഇഡി ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന ഒരു വാദം CMRലും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച തന്നെ വീണ വിജയന് നോട്ടീസ് നൽകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉടൻ ഇഡി നോട്ടീസ് നൽകിയേക്കും എന്നുള്ള വിവരമാണ് അർജുൻ മട്ടന്നൂർ നൽകുന്നത്.